നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 48 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ 6, 48 മുതൽ 51 വരെ. മുതൽ തൊട്ടുമേളത്തെ വാക്യം മുതൽ. മതി. യേശു കർത്താവിൻ്റെ പഠിപ്പിക്കലുകളുടെ ഭാഗമായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങളിൽ ഒരു കാര്യമാണ് കർത്താവ് പറഞ്ഞ ഞാനാകുന്നു എന്ന പഠിപ്പിക്കലുകൾ. ഞാനാകുന്നു, ഐ ആം. അതിനെ കർത്താവിൻ്റെ മഹത്വകരമായ ഞാനാകുന്നു പഠിപ്പിക്കലുകൾ എന്ന് ചിന്തിക്കാറുണ്ട്. വാതിലാകുന്നു, ഞാൻ വാതിലാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, ഞാനാകുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാനാകുന്നു എന്ന പദം പഴയ നിയമത്തിലുണ്ട്. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കുന്നത് മോശയുടെ അനുഭവത്തിലാണ്. കൊട്ടാരത്തിൽ വളർത്തപ്പെട്ട മോശ കൊട്ടാരത്തിൻ്റെ സൗഭാഗ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ട് താൻ ഹോരേബിലേക്ക് ഓടിപ്പോയിട്ട് ഹോരേബിൽ താമസിക്കുന്ന സമയം ഹോരേബിൽ ആടുകളെ മേയിച്ച് 40ഓളം വർഷങ്ങൾ മുന്നോട്ട് പോയപ്പോൾ മോശയുടെ ആത്മവിശ്വാസമെല്ലാം നഷ്ടപ്പെട്ട് സംസാരിക്കാനുള്ള കഴിവും നഷ്ടപ്പെട്ട് ഒറ്റപ്പെടലായി ഭാവിയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം തനിക്ക് കിട്ടിയ വിദ്യാഭ്യാസത്തിന് ഇപ്പോൾ പ്രസക്തിയില്ല, കായികാഭ്യാസത്തിന് പ്രസക്തിയില്ല. ഒരു കാലഘട്ടത്തിൽ മിസ്രയീമിൽ ഭയങ്കര അധികാരമുള്ള എല്ലാ സൗഭാഗ്യങ്ങളുമുള്ള ആളായിരുന്നെങ്കിലും ഈ ഒരു കാലഘട്ടം 40 വർഷം എന്ന് പറയുന്നത് മോശ ആകെ തകർന്ന ഒരു സാഹചര്യമായിരുന്നു. വാസ്തവത്തിൽ ദൈവം മോശയെ അങ്ങനെ തകർത്തതായിരുന്നു എന്ന് പറയുന്നതാണ് ശരി. പക്ഷെ ദൈവത്തിൻ്റെ സമയം വന്നപ്പോൾ 40 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം മോശ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹോരേബ് എന്ന് പറഞ്ഞ പർവ്വതത്തിൽ താനൊരു ഒരു ഭയങ്കര കാഴ്ച കണ്ടു. ഒരു മുൾപ്പടർപ്പ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നു, പക്ഷെ അത് വെന്തു പോകുന്നില്ല. അപ്പോൾ ഈ തീ, ഇത് എന്ത് തീയാണിത് എന്നറിയാൻ വേണ്ടി മോശ അടുത്ത് ചെന്നപ്പോൾ ആ തീക്കകത്തു നിന്ന് ദൈവം മോശയോട് സംസാരിച്ചു. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളയുക. മോശ ചെരുപ്പൊക്കെ അഴിച്ചു മാറ്റി ഭയഭക്തിയോടെ നിന്നു. ദൈവം ആ മുൾപ്പടർപ്പിലെ തീയിൽ നിന്ന് മോശയോട് സംസാരിച്ച വചനത്തിൽ ഏറ്റവും പ്രസക്തമായ ഭാഗം ഞാൻ ആകുന്നു എന്നൊരു വചനമാണ്. മോശ ചോദിച്ചു, അങ്ങ് ആരാണ്? ദൈവത്തിൻ്റെ മറുപടി, ഐ ആം ദാറ്റ് ഐ ആം. ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു എന്ന് പറഞ്ഞാൽ നിനക്ക് ദൈവത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് ഒതുക്കി നിർത്താൻ പറ്റില്ല. അപ്പം മോശയുടെ മുൻപിൽ ഇറങ്ങി നിൽക്കുന്ന ദൈവം ആരാണെന്ന് മോശ ചോദിക്കുമ്പോൾ ഒരു വിധത്തിൽ ചിന്തിച്ചാൽ ദൈവത്തിന് മോശയോട് പറയാനുള്ള മറുപടി, നിന്റെ മുൻപിൽ എന്തായിട്ടാണോ ദൈവം വരേണ്ടിയത് അതാണ് ഞാൻ. ഉദാഹരണത്തിന്, നിനക്ക് ധൈര്യം പകരാൻ നിന്റെ കൂടെ ഇരിക്കുന്ന ആളാണ് ഞാൻ. നീ ആരാണ്? ഇച്ചിരി കൂടെ വ്യക്തമായിട്ട് ചോദിച്ചപ്പോൾ കർത്താവിന് മറുപടി, അബ്രഹാം എന്ന് പറഞ്ഞ നിന്റെ പിതാവില്ലേ, യാക്കോബ് എന്ന് പറഞ്ഞ പിതാവില്ലേ, ഇസ്ഹാക്ക് എന്ന് പറയുന്ന പിതാവില്ലേ, അവരൊക്കെ നടന്ന വഴിത്താരകളിൽ അവരുടെ കൂടെ നീ ഒരു ദൈവ സാന്നിധ്യം കാണുന്നില്ലേ, അതാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ഞാനൊരു ഡിവോഷണൽ ഇതിൽ വായിച്ചത് ഞാൻ ഓർക്കുന്നു. ഒരു മോൻ, അവൻ ഒരു വളരെ സാഹചര്യം പരിമിതമായ ഒരു വീട്ടിലെ മോനാണ്. അപ്പോൾ അവൻ്റെ മമ്മിയും ഇവനും മാത്രമേ ഉള്ളൂ വീട്ടിൽ. ഒരു വളരെ പാവപ്പെട്ടവരാണ്. അപ്പം ഈ മോനാണെങ്കിൽ മമ്മിക്ക് സുഖമില്ലാതെ വന്നു, ചികിത്സിക്കാൻ ഇതൊന്നും ചെയ്തിട്ട് മമ്മി രക്ഷപ്പെടുന്നില്ല. അപ്പം ആകെ ഇവന് പിന്നെ ഒന്നുമില്ല ആശ്രയിക്കാനും. അപ്പം ഇവനൊരു തൊട്ടടുത്തുള്ള കുന്നിൻ്റെ മണ്ടയ്ക്കോട്ട് കയറി അവിടെ ഒരു പാറയിൽ ഇവനിങ്ങനെ ഇരിക്കുകയാണ്. ഭയങ്കര വിഷണ്ണ മനസ്സോടെ വേദനപ്പെട്ട് അവനിങ്ങനെ മുട്ടി ചുരുട്ടി ഇങ്ങനെ കയ്യിലോട്ട് ഇടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. അവൻ്റെ ചോദ്യം ഇതാണ്, ദൈവം എന്തിനാണ് ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ അനുവദിക്കുന്നത്? അപ്പം
ഒരു സർപ്രൈസ് ആയിട്ടായിരുന്നു അത് സംഭവിച്ചത്. ഒരു വൃദ്ധനായ മനുഷ്യൻ അങ്ങോട്ട് കയറി വരികയാണ്. അപ്പോൾ ആ മനുഷ്യൻ ഇവനെ കണ്ടിട്ട് ഇവൻ്റെ അടുത്ത് വന്നിരുന്നു. മോനെ, എന്തിനാ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അവൻ പറഞ്ഞു, അങ്കിളെ, ഇതൊക്കെയാണ് എൻ്റെ സാഹചര്യം. അമ്മ സുഖമില്ലാതിരിക്കുക, അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ സുഖമില്ലാതിരിക്കുന്നതുകൊണ്ട് എനിക്ക് ആകെ വീട്ടിലെ പണി മുഴുവൻ ചെയ്യണം. അമ്മയ്ക്കൊട്ട് സൗഖ്യമാകുന്നില്ല, എനിക്കൊന്നും നടക്കുന്നില്ല, ഒരു കാര്യവും നടക്കുന്നില്ല, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ചോദിക്കുകയായിരുന്നു, എന്തിനാണ് എനിക്ക് മാത്രം ഇങ്ങനെ? അപ്പം ആ വൃദ്ധനായ മനുഷ്യൻ ഈ മോൻ്റെ അടുത്തിരുന്ന് ചോദിച്ചു, ഞാൻ മോൻ്റെ തോളത്തൊന്ന് കൈ വെച്ചോട്ടെ? ചെയ്തോ അങ്കിള്? അപ്പം ഈ മോൻ്റെ തോളത്തിട്ട് കൈയിട്ടിട്ട് തന്നോട് ചേർത്ത് നിർത്തിയിട്ട് ഈ അങ്കിള് പറഞ്ഞു, മോനെ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും ഒരു ആക്സിഡൻറ്റിൽ കൊല്ലപ്പെട്ടതാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു രോഗം വന്നിട്ട് എനിക്ക് ഒരു പണിയും ചെയ്യാൻ പറ്റാത്ത ഈ സാഹചര്യത്തിലൂടെ ഞാൻ പോയി. എൻ്റെ മുറിക്കകത്ത് ഞാൻ ഒറ്റയ്ക്ക് കിടക്കുന്ന സമയത്ത്, മോനെ നീ വിശ്വസിക്കുമോ ഞാൻ അറിയില്ല, എൻ്റെ റൂമിൽ ഒരു ദൈവം ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. അന്ന് മോനെ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മുടെ കൂട്ടത്തിൽ ആരും ഇല്ലെങ്കിലും കൂടെ ഇരിക്കാൻ കഴിയുന്നവനാണ് ഈ ദൈവം. അന്ന് തൊട്ട് ഞാൻ ഈ ദൈവത്തോട് സംസാരിക്കുന്ന ഒരു ശീലമുണ്ടാക്കി. അപ്പോൾ ഇടയ്ക്കിടയ്ക്കെല്ലാം ഞാനിങ്ങനെ ഈ കുന്നിൻ്റെ മണ്ടയ്ക്ക് വന്നിരുന്ന്, നീ ഇപ്പം ഇരിക്കുന്ന ഈ കല്ലിൽ ഞാനിവിടെ ഇരുന്ന് കർത്താവിനെ കാണും. ഞാനിവിടെ ഇരുന്ന് കർത്താവ് ഇങ്ങനെ അടുത്ത് വന്ന് അനുഭവിക്കും. അപ്പം ഇങ്ങനെ കർത്താവ് എന്നെ ആശ്വസിപ്പിക്കും. എടാ, നീ ഇവിടെ ഇരുന്നുകൊണ്ട് ചോദിച്ച ഒരു ചോദ്യമില്ലേ, ദൈവം ഉണ്ടെങ്കിൽ എന്നൊരു ചോദ്യമില്ലേ, ഞാനാണ് അതിൻ്റെ ഉത്തരം. ദൈവം ഉണ്ടെന്ന് ഞാൻ നിന്നോട് 100 വട്ടം പറയും. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പണ്ടേ ആത്മഹത്യ ചെയ്യാനേ. ഇതുപോലെ എന്നെ നിർത്തിയ ദൈവത്തെ ഞാൻ നിനക്കും പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കും. അവർ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്നേച്ച് കർത്താവിനെ കേൾക്കാനുള്ളൊരു പരിശീലനം നടത്തിയതായിട്ടും അത് ആ കുഞ്ഞിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചതായിട്ടും ഞാൻ വായിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ആരാണ് ദൈവമെന്ന് ചോദിച്ചാൽ ഞാനാകുന്നു എന്ന് പറയുന്നിടത്ത് നമ്മുടെ ഭാരം എന്തോ അത് മുഴുവൻ അവിടെ അങ്ങ് എഴുതി ചേർക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ദൈവം നമ്മോട് ഇടപെടണമെന്ന് നമ്മൾ കാത്തിരിക്കുന്ന ആ സാഹചര്യത്തിൻ്റെ പേരെന്തോ ഇന്ന് പകൽ നമുക്ക് അത് അവിടെ എഴുതി ചേർത്തിട്ട് പറയാം, എൻ്റെ ദൈവം എനിക്ക് അതാണ്. അതാണ് ഈ വാക്യങ്ങളുടെ ഒരു പ്രത്യേകത. അപ്പോൾ ഇന്ന് നമ്മൾ വായിക്കുന്ന ഈ വേദഭാഗത്തിൽ അതിൻ്റെ 48-ാമത്തെ വാക്യം തൊട്ട് ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ ജീവൻ്റെ അപ്പം ആകുന്നു. ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. 51-ാം വാക്യം, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാൻ ആകുന്നു. ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പമോ ലോകത്തിൽ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകുന്നു. നമ്മൾ ഈ വാക്യത്തെ, അതായത് നമ്മുടെ കർത്താവ് ജീവൻ്റെ അപ്പമാകുന്നു എന്ന് പറഞ്ഞ ആ ആശയത്തെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ഞാനതിൽ കുറച്ച് ആശയങ്ങളൊന്ന് പറയാം. അത് നമുക്ക് നമ്മുടെ കർത്താവിനെ മനസ്സിലാക്കുന്നതിൽ തീർച്ചയായിട്ടും വളരെ നമ്മളെ പ്രയോജനപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ കാര്യം, അപ്പം എന്നുള്ളത് നമുക്കൊക്കെ ആഗ്രഹം തോന്നുന്നൊരു കാര്യമാണ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞായറാഴ്ച ഒട്ടുമിക്ക ആളുകളും രാവിലെ ഭക്ഷണം കഴിക്കാതെയാണ് വരിക. അവർ ഉപവാസത്തോടെയാണ് ആരാധനയ്ക്ക് കടന്നു വരിക. അപ്പോൾ ഉച്ച കഴിഞ്ഞ് പല വീടുകളിലെയും പ്രത്യേകത ഞായറാഴ്ച ആയതുകൊണ്ട് മൃഷ്ടാന്ന ഭോജനമാണ് പല വീടുകളിൽ. അപ്പോൾ തിരിച്ച് ചെന്ന് വെച്ചാൽ ആ വിശപ്പ് എല്ലാം കൂടെ തീർത്ത് ഒറ്റ ഭക്ഷണം കഴിക്കലുണ്ട്. 1-1.5 കഴിപ്പും കഴിഞ്ഞ് വെച്ച് പിന്നെ കിടന്നൊരുറക്കമാണ് പല ആളുകളും ഞായറാഴ്ചയിൽ ഒരു അവധി ദിവസം എന്നൊക്കെ വിചാരിച്ച് ഉച്ച കഴിഞ്ഞ്. ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം എന്നുള്ളത് വിശപ്പുള്ള ഒരാൾക്കാണ് അതിനോടൊരു കൂടുതലൊരു ആഗ്രഹവും ആർത്തിയും താല്പര്യവും ഉണ്ടാകുക. അപ്പം ജീവനുള്ള അപ്പം, അപ്പം കർത്താവിനെ ഒരു അപ്പമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ആത്മീക ഭാഷ, എനിക്ക് കൊതിയോടെ കാത്തിരിക്കാൻ തോന്നുന്ന, എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നുന്ന, ഇപ്പം ഒരു
അടിമത്തത്തിൽ ഇപ്പം ഹമാസ് എന്ന തീവ്രവാദി സംഘടന അടിമത്തത്തിൽ കിടന്നേച്ച് ഒരു വർഷം കഴിഞ്ഞ് മോചിക്കപ്പെട്ട ചില ആളുകളെ നമ്മൾ കണ്ടു. എല്ലും തൊലിയുമായിട്ടിരിക്കുകയാണ്. അവർക്ക് ഭക്ഷണം കഴിക്കാനില്ല, ഭക്ഷണം കൊടുത്തില്ല. അപ്പം ഭക്ഷണം എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര ആഗ്രഹമായി മാറുകയാണ്. ഒരു ഗ്രൗണ്ടിൽ കിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ കിളച്ച് ക്ഷീണിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പുറത്ത് കിളയ്ക്കുന്ന ഒരാളോട് ഇദ്ദേഹം പറയുകയാണ്, ഞാൻ മടുത്തു, എനിക്ക് ഇനി കിളയ്ക്കാനൊരു ഒരു ഒരു താല്പര്യം തോന്നുന്നില്ല. അപ്പോൾ ആ വ്യക്തി ഇദ്ദേഹത്തോട് പറഞ്ഞൊരു മറുപടി കേൾക്കണോ, എടാ ഒരു കിളയും കൂടെ നീ ഇത് കിളച്ചേ. അപ്പോൾ പുള്ളി സർവ്വശക്തി എടുത്ത് ഒരു പ്രാവശ്യം കൂടെ കിളച്ചു. ആ മണ്ണിൽ നിന്ന് ഇദ്ദേഹം ഒരു ചെറിയ കല്ലെടുത്തേച്ച് പറഞ്ഞു, നീ ഒന്ന് ചിന്തിച്ചേ, ഈ കല്ലൊരു രത്നമാണെങ്കിലോ? അദ്ദേഹം പറഞ്ഞു, ആ രത്നമാണെങ്കിൽ ഇത് കിട്ടുമെന്നുള്ള ആർത്തിയിൽ ഒരു ക്ഷീണവും വകവയ്ക്കാതെ കിളച്ചുകൊണ്ടേയിരിക്കുമെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞടാ, കർത്താവിനെ കുറിച്ച് അതുപോലെ നമുക്കൊരു കൊതി ഉണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും? സ്തോത്രം. കർത്താവിനോട് നമുക്ക് അതുപോലെ ഒരു ആഗ്രഹം തോന്നുക എന്നുള്ളതാണ് ഈ ആശയത്തിൻ്റെ ഒന്നാമത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അർത്ഥം. അതായത് കർത്താവോട് ഉദ്ദേശിച്ചു അതൊക്കെ തന്നെയാണ്. ഇവിടെ ഈ ആൾക്കാർ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് അവർക്ക് ആയിരക്കണക്കിന് പേർക്ക് 5 അപ്പം എടുത്ത് ഇങ്ങനെ വാഴ്ത്തി നുറുക്കി കൊടുത്തപ്പം എല്ലാവർക്കും അപ്പം കിട്ടി. അപ്പോൾ ഈ അപ്പം എല്ലാം ഭക്ഷിച്ച ആൾക്കാർ പിറ്റേ ദിവസം എല്ലാവരും കൂടെ കർത്താവിനെ അന്വേഷിച്ച് വന്നിരിക്കുക. അപ്പോൾ കർത്താവിന് സങ്കടത്തോടെ ഒരു കാര്യം മനസ്സിലായി, ഇവരെന്തോ കിട്ടാൻ വേണ്ടി വന്നിരിക്കുക. ഇവർക്ക് ഇന്നും അപ്പം ഇങ്ങനെ ഞാൻ എടുത്ത് വാഴ്ത്ത് നുറുക്കി ഇങ്ങനെ ആളുകൾക്ക് ഇങ്ങനെ വിതരണം ചെയ്യുന്നത് കാണണം, അതിനു വേണ്ടിയാണ് അവർ വന്നിരിക്കുന്നത്. അപ്പം കർത്താവിന് അവരോട് ഭയങ്കരമായിട്ട് അനുകമ്പ തോന്നി. അവരുടെ ആ ബലഹീനമായൊരു കാഴ്ചപ്പാടിൽ നിന്ന് അവരെ കറക്റ്റായിട്ടുള്ള കാഴ്ചപ്പാടിലേക്ക് മാറ്റാനാണ് കർത്താവ് പറഞ്ഞത്, ആക്ച്വലി നിങ്ങൾ വന്നിരിക്കുന്ന അപ്പം തിന്നാൻ വേണ്ടിയാണ്, ശരിക്കും നിങ്ങൾ എന്നെയാണ് ഭക്ഷിക്കേണ്ടത്. നിങ്ങൾ ഇന്നലെ അപ്പം ഇങ്ങനെ വർദ്ധിക്കുന്നത് കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയൊരു ഭയങ്കര താല്പര്യമില്ലേ? അതല്ലേ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരാൻ നിങ്ങളെ പര്യാപ്തപ്പെടുത്തിയത്? ഉദാഹരണത്തിന് ഒരു ദിവസം ഞായറാഴ്ച ആരാധിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ശരീരത്തിലേക്ക് ഒരു കരണ്ട് പാസ് ചെയ്യുന്ന പോലെ ഒരു അനുഭവം ഉണ്ടായിട്ട് എൻ്റെ രോഗം സൗഖ്യമായി. അപ്പം ഞാൻ ആ സ്ഥലത്ത് എന്ന് ആരാധിച്ചാൽ എനിക്ക് പിന്നെയും ചില കാര്യങ്ങൾ കിട്ടും. ഞാനൊരു ദിവസം ആരാധിച്ച് പ്രാർത്ഥിച്ച സമയത്ത്, ആ പാട്ട് പാടുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, അതുകൊണ്ടാണ് ഞാൻ ആ ചർച്ചിൽ പോകുന്നത് എന്ന് പറഞ്ഞാൽ കർത്താവിന് നമ്മളെക്കുറിച്ച് സങ്കടം തോന്നും. നമ്മുടെ പ്രാർത്ഥനകൾ നമുക്ക് ലഭിക്കാനുള്ള ചില കാര്യങ്ങളുടെ ലിസ്റ്റ് നിവർത്തീകരണമായിട്ട് ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങിയാൽ, ആരാധനയൊക്കെ അങ്ങനെയായിട്ട് മാറിയാൽ, കിട്ടാൻ വേണ്ടിയാണ് ദൈവത്തെ സേവിക്കുന്നതെങ്കിൽ നമ്മെക്കുറിച്ച് കർത്താവിന് വളരെ അനുകമ്പയാണ് തോന്നുക, സങ്കടമാണ് തോന്നുക. കർത്താവ് പറയുന്നത്, ആ കാഴ്ച എടുത്ത് നേരെ ക്രിസ്തുവിങ്കിലേക്കൊന്ന് തിരിക്ക്. ഞാൻ എന്തിനാണ് മുഴങ്കാലിരിക്കുന്നത്? എൻ്റെ ആവശ്യം നേടാനല്ല. ഞാൻ മുഴങ്കാലിരിക്കുന്നത് എൻ്റെ കർത്താവിനെ ഒന്ന് ഫീൽ ചെയ്യാൻ, ഒന്ന് അനുഭവിക്കാൻ, കർത്താവിനെ ഒന്ന് കാണാൻ. ഞാൻ ആരാധനയ്ക്ക് പോകുന്നത് എന്തിനാണ്? എന്തെങ്കിലും പ്രത്യേകിച്ചൊരു ദിവ്യാനുഭവമോ പ്രത്യേകിച്ച് എന്തെങ്കിലും കിട്ടാനോ വേണ്ടിയല്ല. ഞാൻ ആരാധിക്കും. എനിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്, എൻ്റെ കർത്താവ് ഞാനുമായിട്ട് അടുത്തുള്ളൊരു ബന്ധം ഒന്നും കൂടി അനുഭവത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് എന്നതാകട്ടെ എന്ന കർത്താവ് ഉദ്ദേശിച്ചത്. ഇങ്ങനെയുള്ള ചില ആളുകൾ വചനത്തിലുണ്ടായിരുന്നു. ഞാനൊരു വ്യക്തിയെ പരിചയപ്പെടുത്താം. ഒരു കർത്തൃ ദിവസത്തിൽ അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഒരു ചെറുപ്പക്കാരി. ആളുകൾ അവളോട് ചോദിച്ചേക്കാം, നീ എങ്ങോട്ടാണ് പോകുന്നത്? അവൾ കല്ലറയുടെ ഒരു സ്ഥലത്ത്, കല്ലറയുള്ളൊരു സ്ഥലത്തോട്ടാണ്. ഒന്ന്, നീ ഒരു ചെറുപ്പക്കാരിയാണ്, ഒരു സ്ത്രീയാണ്. 2, ഇത് നന്നായി രാവിലെ ഇരുട്ടുള്ള സമയമാണ്. 3, നീ പോകുന്നത് ഒരു കല്ലറയുടെ സ്ഥലം. ഭയമില്ലേ നിനക്ക്? അവൾക്ക് ഒട്ടും ഭയമില്ല. അവൾ പറയും, ഞാൻ പോകുന്നത് എൻ്റെ കർത്താവിനെ കാണാനാ. ഈ ഒരു കൊതി അകത്തുണ്ടെങ്കിൽ എത്ര കഷ്ടപ്പെട്ടും കർത്താവിനോട് അടുത്തിരിക്കാൻ ആത്മാർത്ഥമായിട്ട് നമ്മൾ എല്ലാ പരിശ്രമവും ചെയ്യും. ഇതാണ് കർത്താവ് ഇതിലൂടെ ആഗ്രഹിക്കുന്നത്, ഉദ്ദേശിക്കുന്നത്. ഒരു കൊതി. എന്തിന്? എൻ്റെ കർത്താവിനെ ഒന്ന് കേൾക്കാൻ, കർത്താവിൻ്റെ സാന്നിധ്യത്തിലൊന്ന് ലയിക്കാൻ.
ആ ദൈവജനത്തോട് കൂടെയുള്ള ആരാധനയിൽ എൻ്റെ നടുവിൽ ഇറങ്ങി വന്ന് നിൽക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യവും എന്നെ ചേർത്ത് പിടിക്കുന്ന ആ കർത്താവിൻ്റെ കരവലയത്തിലൊന്ന് ചേർന്നിരിക്കുന്ന അനുഭവം, ഇതിനു വേണ്ടിയുള്ളൊരു കൊതിയാണ് ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന് പറഞ്ഞതിലൂടെ കർത്താവ് ഉദ്ദേശിച്ചത്. ഒരാഴ്ച ഭക്ഷണം കഴിക്കാൻ പറ്റാതെ പട്ടിണിക്കിട്ടേച്ച് നമുക്ക് ഭക്ഷണം വിളമ്പിയാൽ എങ്ങനെ ഇരിക്കും? അങ്ങനത്തെ അനുഭവം ഒന്നും നമുക്ക് ആർക്കും ഉണ്ടായിട്ടില്ല. പക്ഷേ പണ്ടത്തെ കാലത്ത്, ഇന്നത്തെ കാലത്തല്ല, പണ്ടത്തെ കാലത്ത് മഞ്ഞപ്പിത്തം പിടിക്കുന്നവർക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് പലർക്കും ഉണ്ടായിട്ടുണ്ട്. മഞ്ഞപ്പിത്തം ഉണ്ടായാൽ ഒരു പ്രത്യേക ആയുർവേദ മരുന്ന് തരും. ഈ മരുന്ന് വെളുപ്പിന് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ ഇത് ഈ അരച്ച് കലക്കി ഈ മരുന്ന് കൊണ്ടുവന്നേച്ച് അത് ഒരു ഗ്ലാസ് വെള്ളത്തിലോട്ട് കലക്കി കുടിക്കാൻ പറയും. ഇത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്നേ ദിവസം രാത്രിയാകുന്നവരെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പാടില്ലെന്നാണ് നിയമം. അപ്പം ഓരോരുത്തർ അങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മളും കണ്ടിട്ടുണ്ടായിരിക്കും, ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ വീട്ടിലും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മഞ്ഞപ്പിത്തം പിടിച്ച ആൾക്ക് ഇത് കൊടുത്തേച്ച് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി അവർ കൊതിക്കും, കരയും. അപ്പം മാക്സിമം ചെയ്യുന്നത് ചുണ്ടൊന്ന് നനച്ച് കൊടുക്കും, അത്രേ ഉള്ളൂ. വെള്ളം കുടിക്കാനോ ഇറക്കാനോ ഉള്ള വെള്ളം കൊടുക്കാൻ പറ്റത്തില്ല, പൊടുന്ന ഭയങ്കര ആരോഗ്യ പ്രശ്നം. അപ്പം ഇതെല്ലാം കഴിഞ്ഞിങ്ങോട്ട് മാറിയിട്ട് വെള്ളം കുടിച്ചോ എന്ന് പറയുമ്പം ഇവർ കുടിക്കുന്ന ഒരു വെള്ളം കുടിക്കലുണ്ട്. അതാണ് ശരി. ഇല്ലെങ്കിൽ ഭക്ഷണം ഇല്ലാതെ, ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്തൊരു തെരുവോരത്തെ കുഞ്ഞിന്, ഭയങ്കര വയറൊട്ടിക്കിടക്കുന്ന കുഞ്ഞിന്, ഈ ഭക്ഷണത്തോടുള്ള ആഗ്രഹമുള്ള കുഞ്ഞിനെ നിങ്ങൾ കൊണ്ടുവന്ന് ആ കുഞ്ഞിന് ഇഷ്ടമുള്ള ഭക്ഷണം അങ്ങോട്ട് നിരത്തി വെച്ച് കഴിയുമ്പം ഈ കൊച്ച് കഴിക്കുന്നൊരു രീതി നോക്കിയാൽ അറിയാം അതിനോടുള്ള കൊതിയും ആർത്തിയും. ഇതൊക്കെ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നേരെ കർത്താവിലേക്ക്. സ്തോത്രം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മീറ്റിങ്ങിന് പോകുന്ന പോലെ ഒരു ഉദാഹരണമായിട്ട് എടുത്തോ. ഞായറാഴ്ച തുടങ്ങുന്നതിന് മുൻപേ എനിക്ക് അവിടെ ചെല്ലണം, അതിനുവേണ്ടി കഷ്ടപ്പാടെടുത്ത്, അതിനുവേണ്ടി നീക്കുപോക്കുകൾ നടത്തി, അതിനുവേണ്ടി പ്രത്യേകിച്ച് എഫേർട്ട് ഇട്ട് ഓടി ചെല്ലുകയാണ്. കാരണം എനിക്ക് ഒരു മിനിറ്റ് പോലും മിസ്സാകാൻ പറ്റില്ല. ആരാധന തുടങ്ങിക്കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ ആളുകൾ എന്നെ എങ്ങനെ നോക്കുമെന്നല്ല എൻ്റെ വിഷയം. ലേറ്റായിട്ട് ചെന്ന് കഴിയുമ്പോൾ ആരെന്ത് പറയും ഇതല്ല എൻ്റെ വിഷയം. എനിക്കൊരു സെക്കൻഡ് പോലും മിസ്സാകാൻ പറ്റില്ല. അതുപോലെ കൊതിയാണ്. ഇങ്ങനെ ഹൃദയത്തിനകത്തുനിന്ന് കർത്താവിനോടൊരു കൊതിയുണ്ടായാൽ ഈ വാക്യത്തിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ നിറവേറി. അങ്ങനെയുള്ള ആളുകളുണ്ട് കേട്ടോ. ഇസ്രായേലിൽ ഒരു വ്യക്തിയുടെ പേര് ഞാൻ പറയാം. ഈ മനുഷ്യൻ്റെ അകത്ത് കർത്താവിനോടൊരു കൊതിയുണ്ടായി. ആ കൊതി എന്താണെന്നും കൂടെ പറയാം. നമുക്ക് ചിലപ്പം നിസ്സാരമായിട്ട് തോന്നും. പുള്ളിയുടെ കൊതി എന്നാണെന്നറിയാമോ? എനിക്ക് യേശുവിനെ ഒന്ന് കാണണം. യേശു എന്നോട് മിണ്ടണമെന്നല്ല, യേശുവിനെ തൊടണമെന്ന് പോലും അല്ല. പുള്ളിയുടെ കൊതി കേൾക്കണോ, എനിക്ക് യേശുവിനെ ഒന്ന് കാണണം. എന്നിട്ട് ഈ മനുഷ്യൻ ചെയ്തത് മരത്തിൽ വലിഞ്ഞു കയറി, കാട്ടത്തിയുടെ മേളിൽ കയറി, യേശു വരുന്ന വഴിയിൽ ആ മരത്തിൻ്റെ മേളിൽ ഇങ്ങനെ ഇരിക്കുക. ആ വ്യക്തിയുടെ കണ്ണുകളിലേക്ക് നോക്കിയേ. യേശു അടുത്ത് വരുമ്പോഴേക്കും ആ ഹൃദയം പിടിക്കുന്ന വേഗതയൊന്ന് ഓർത്ത് നോക്കിയേ. യേശു അരികിൽ വന്നത് കണ്ട ആ കണ്ണുകളിൽ നിറയുന്ന പ്രകാശം ഒന്ന് ഓർത്ത് നോക്കിയേ. ഇന്ന് പകൽക്കാലം അതുപോലൊരു കൊതി നിന്റെ ജീവിതത്തിൽ നീ അനുഭവിച്ചോ? ഇന്നത്തെ ആരാധനയിൽ വന്ന് നിന്നപ്പോൾ യാന്ത്രികമായിട്ട് നിൽക്കുകയായിരുന്നോ, അതോ കൊതിയോടെ കർത്താവിനെ സ്തുതിക്കാൻ നമുക്ക് കഴിഞ്ഞോ? ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതുപോലെ ഹൃദയത്തിൽ നിന്ന് കർത്താവിനെ കൊതിക്കണം, ആർത്തി ഉണ്ടാകണം കർത്താവിന് വേണ്ടി. സ്തോത്രം. നമ്മുടെ ജീവിതത്തിലൊക്കെ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ആർത്തി ഉണ്ടെങ്കിൽ അത് വേറെ ഒന്നിനു വേണ്ടിയല്ല, കർത്താവിന് വേണ്ടിയാകട്ടെ. വെള്ളത്തിൽ മുങ്ങിത്താഴുന്നൊരു വ്യക്തിക്ക് എങ്ങനെയും അതിൽ രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നപ്പം ആ വ്യക്തിയോട് ചോദിച്ചു, നിങ്ങളുടെ ആ അനുഭവത്തിൽ നിങ്ങൾക്ക് അത്യാവശ്യമായി വേണ്ടി എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ ആഗ്രഹിച്ചത്? ഞാൻ ഈ മിനിഞ്ഞാന്നൊരു വ്യക്തിയോട് സംസാരിച്ചു. ആ വ്യക്തി എന്നോട് പറഞ്ഞൊരു സെൻറ്റൻസ് ഉണ്ട്, ശ്വാസം മുട്ടൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നമാണ്, ശ്വാസം മുട്ടൽ. അപ്പോൾ അദ്ദേഹം എന്നോട് പറയായിരുന്നു, ഞാൻ കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ദൈവമേ, ശ്വാസം മുട്ടൽ എന്ന് പറഞ്ഞൊരു പ്രയാസം ആർക്കും കൊടുക്കല്ലേ. എൻ്റെ പാസ്റ്ററെ, ജീവശ്വാസം അകത്തേക്ക് എടുക്കാൻ പറ്റാതിരുന്നാലത്തെ വെപ്രാളം അത് അനുഭവിച്ച് എനിക്ക് അറിയുമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത്, ആ വെള്ളത്തിൽ മുങ്ങി താണുകൊണ്ടിരുന്ന ആൾ അവസാന നിമിഷത്തിൽ രക്ഷപ്പെടുത്തി കരയിലേക്ക് നിർത്തിയിട്ട് ആ വ്യക്തിയോട്
നിങ്ങൾ ഏറ്റവും കൊതിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഒന്നേ പറയാനുള്ളൂ, ഒരിറ്റ് ശ്വാസം. എൻ്റെ കർത്താവേ, എൻ്റെ ചുറ്റും ഒത്തിരി പ്രതിസന്ധികളെ ഞാൻ കാണുമ്പോൾ, എൻ്റെ ചുറ്റും ഒത്തിരി പ്രയാസങ്ങളെ ഞാൻ കാണുമ്പോൾ, ശ്വാസം മുട്ടുന്നത് പോലെ എൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ ഞാൻ കാണുമ്പോൾ എനിക്കൊരു കൊതി മാത്രമേ ഉള്ളൂ, ജീവശ്വാസത്തിന് വേണ്ടി പെടയുന്നത് പോലെ എൻ്റെ കർത്താവിന് വേണ്ടിയുള്ള കൊതി. ഹല്ലേലൂയ. ശ്വാസം മുട്ടുന്ന ഒരു വ്യക്തി പ്രാണവായുവിന് വേണ്ടി കൊതിക്കുന്നത് പോലെ എൻ്റെ കർത്താവേ, എൻ്റെ മരുഭൂയാത്രയാകുന്ന ഈ ജീവിത പാന്താവിൻ്റെ നടുവിൽ എനിക്ക് അങ്ങയോട് കൊതിയുണ്ടെന്ന് പറയാൻ ഇന്നിവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് കഴിയുന്നുണ്ട്? പാട്ടുകാരൻ പാടിയതുപോലെ, എനിക്കെൻ്റെ യേശുവിനെ കണ്ടാ മതി, ഇഹത്തിലെ മായ സുഖം വിട്ടാ മതി. ഇങ്ങനെയൊക്കെയുള്ള ചില ആളുകളുണ്ട്. അവരുടെ കാഴ്ചപ്പാടിലേക്ക് ദൈവത്തിൻ്റെ ദർശനം അങ്ങ് നിറഞ്ഞു കഴിയുമ്പോൾ ലോകത്തിലുള്ളത് എല്ലാറ്റിനേക്കാളും അപ്പുറത്ത് അവരുടെ കൂടെ കർത്താവിനെ കാണാൻ അവർ കൊതിക്കും. ഏത് വിഷയത്തിലും അവർ ചോദിക്കാൻ പോകുന്ന ചോദ്യം ഇതിൽ കർത്താവ് എന്ത് പറയുമെന്നായിരിക്കും. എന്ത് ചെയ്യുമ്പോഴും ഇതിൽ കർത്താവ് എന്ത് പറയും? കൊതിയാണ്. ഹല്ലേലൂയ. ഒരു ചെറുപ്പക്കാരൻ, എനിക്കറിയാവുന്ന ഒരു ചെറുപ്പക്കാരൻ, തൃശ്ശൂരിലുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം എഴുതിയൊരു പാട്ടുണ്ട്, കൊതിയാണപ്പാ നിൻ സാന്നിധ്യത്തിൽ അവൻ ജീവിക്കാൻ, അത് ലയിക്കാൻ കൊതിയാണപ്പാ. സ്തോത്രം. അപ്പോൾ അതാണ് കർത്താവ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും വ്യക്തിപരമായി നിങ്ങളുടെ അരികിൽ വന്ന് നിങ്ങളുടെ തോളത്ത് തട്ടിയിട്ട് കർത്താവ് ചോദിക്കുക, നിനക്ക് എന്നോട് കൊതിയുണ്ടോ? അതോ നിന്റെ ആരാധന വെറും യന്ത്രം കറങ്ങുന്ന പോലത്തെ ആരാധനയാണോ? അതോ കൊതിയോടെയാണോ നീ കർത്താവിനെ ആരാധിക്കുന്നത്? ഓരോ ദിവസവും ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങൾക്ക് വേണ്ടി പലതിനു വേണ്ടിയും നീ ആഗ്രഹിക്കുന്നുണ്ട്, ശരിയാ. പക്ഷെ ഇതിൽ എത്ര കർത്താവിന് വേണ്ടിയുള്ള ആഗ്രഹമുണ്ട്? ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ വേണ്ടിയത് ഒന്നാമത്തെ അർത്ഥം ഒരു കൊതി തോന്നുന്ന ഒരു ആശയം. ഇനി രണ്ടാമത്തെ ആശയം ഇതാണ്. 48-ാമത്തെ വാക്യം, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, ജീവനുള്ള അപ്പമാകുന്നു, ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. എന്ന് വെച്ചാൽ ഇങ്ങനെ തളർന്ന് ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നൊരു വ്യക്തിക്ക് ഒരു മെഡിസിൻ കൊടുത്തു. കാരണം ഈ വ്യക്തി ഇങ്ങനെ തളർന്ന് ഇങ്ങനെ മരണത്തിലേക്ക് ഇങ്ങനെ പോവുകയാണ്. ഓൾമോസ്റ്റ് മരിച്ചു എന്ന് പറയുന്ന സമയത്ത് ആ നാക്കിൻ്റെ അടിയിലോട്ടൊരു ഗുളിക ഇടുന്നത് പോലെ ഒരു മെഡിസിൻ അങ്ങോട്ട് കൊടുത്തു. ഈ മെഡിസിൻ അങ്ങോട്ട് ചെന്നത് ഈ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഞരമ്പുകളിലേക്കും ഈ മെഡിസിൻ അങ്ങോട്ട് വ്യാപിച്ചിട്ട് ചില മിനിറ്റുകൾക്കകത്ത് ഈ വ്യക്തി പൂർണ്ണ ആരോഗ്യത്തോടെ എഴുന്നേൽക്കുന്ന ഒരു ചിത്രം ഒന്ന് ഓർത്തേ. ഇപ്പം നമുക്കറിയാം, ചില ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ അങ്ങനെയാണ്. ചില ഭക്ഷണങ്ങൾ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇത് തിന്നാൽ എന്നേക്കും ജീവിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ നമുക്കറിയാം, ചില ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കണമെന്ന് പറയും, അത് വയറിന് ഹെൽപ്പ് ചെയ്യുമെന്ന് പറയും. ചില ഭക്ഷണങ്ങൾ കഴിക്കണം, അത് ഓർമ്മശക്തിക്ക് ഭയങ്കര ബെസ്റ്റാന്ന് പറയും. ചില ഭക്ഷണങ്ങൾ കഴിക്കണം, അത് കൊളസ്ട്രോൾ കുറയ്ക്കുന്നു. അപ്പം ജീവിതത്തിൻ്റെ ശരീരത്തിൻ്റെ ഓരോരോ കാര്യങ്ങൾക്ക് ഓരോരോ ഭക്ഷണങ്ങളൊക്കെ പ്രിഫർ ചെയ്യുന്നത് കാണാം. ഡയറ്റീഷ്യൻസ് ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരോട് ചോദിച്ചാൽ അവർ ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരും. സത്യത്തിൽ നമ്മുടെ കർത്താവ് നമ്മുടെ ആത്മീകതയുടെ ക്ഷീണങ്ങൾ അകറ്റുന്ന, ജീവനായിട്ട് നമ്മളിൽ നിറയുന്ന ഒരു സാന്നിധ്യമാണ് നമ്മുടെ കർത്താവ് എന്ന് പറയണം. അതാണ് രണ്ടാമത്തെ ആശയം. അത് ചിലപ്പോഴൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് വചനത്തിൽ, അത് അതുപോലെ അനുഭവിച്ച ആൾക്കാരുടെ സ്റ്റോറിയുണ്ട്. ഇപ്പം കഥ കടച്ചിരിക്കുകയാണ് ശിഷ്യന്മാർ. അപ്പോൾ അവർ കഥ കടച്ചിരിക്കുന്നതിൻ്റെ കാര്യം, കർത്താവിനെ പിടിച്ചു ക്രൂശിച്ചു, ഇനി അടുത്തത് ഞങ്ങളെ പിടിക്കും.
അപ്പം അതിനുവേണ്ടി റോമൻ പടയാളികൾ എപ്പോഴാണ് വരിക എന്നറിയത്തില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവർ ഉൾമുറിയിൽ ചെന്ന് എല്ലാ കഥവും അടച്ച് കുറ്റിയിട്ട് ശബ്ദമൊന്നും ഉണ്ടാക്കാതെ. അപ്പോൾ ഒരാൾ അടുത്തയാളോട് പറയുക, അല്ല നമുക്ക് പുറത്ത് പോകണ്ടേ, വല്ലതും കഴിക്കാൻ ഭക്ഷണമൊക്കെ വാങ്ങിക്കണ്ടേ. അപ്പോൾ അടുത്തയാൾ പറയും പുറത്തിറങ്ങിയാൽ നമ്മളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ അടുത്തയാൾ പറയും ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എത്ര നാളിങ്ങനെ ഒളിച്ചു പാർക്കും. അപ്പോൾ അടുത്തയാൾ പറയുന്നത് ഇങ്ങനെയൊന്നും ആകുമെന്ന് ഞാനും വിചാരിച്ചില്ല. ഇവരിങ്ങനെ ഭയപ്പെട്ട് വിറച്ച് ഭ്രമിച്ച് ആശങ്കപ്പെട്ട് ആകുലപ്പെട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു സംഭവിച്ചൊരു കാര്യമുണ്ട്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരുടെ നടുവിൽ പ്രത്യക്ഷനായിട്ട് അവരോടൊരു വാക്ക് പറഞ്ഞു. എന്നാ പറഞ്ഞെന്നറിയാമോ? നിങ്ങൾക്ക് സമാധാനം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആ റൂമിൽ നിങ്ങളുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ചത്ത് 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 ഇങ്ങനെ ക്ഷീണിച്ച് അങ്ങനെ ഉള്ള മനസ്സിൻ്റെ ബലം മുഴുവൻ പോയി ഇങ്ങനെ അങ്ങ് തീർന്ന സമയത്താണ് അവിടെ ഇറങ്ങി വന്നിട്ട് കർത്താവ് പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനം. ഇത് പറഞ്ഞതേ എവിടുന്നില്ലാത്തൊരു ബലം, എവിടുന്നെന്ന് വിശദീകരിക്കാൻ പറ്റാത്തൊരു ശക്തി അവരുടെ ശരീരത്തിൽ, അവരുടെ സിരകളിൽ, സർവോപരി അവരുടെ ആത്മാവിൽ വ്യാപരിച്ച് നമ്മൾ വായിക്കുന്നത് പോലെ. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ ആലയത്തിനകത്തേക്ക് കാലുകുത്തിയപ്പോൾ ക്ഷീണിച്ച മനസ്സുമായിട്ടാണ് ഇതിനകത്ത് വന്നതെങ്കിൽ, നിങ്ങളെ തളർത്തിക്കളയുന്നൊരു സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ചിന്തിക്കും തോറും ജീവൻ നഷ്ടപ്പെടുന്നത് പോലത്തെ ഒരവസ്ഥയിലൂടെ പോകുന്ന ആരെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, ഇന്നു പകൽ കർത്താവ് നിങ്ങളോട് പറയുന്നു, നിന്റെ സിരകളിലേക്ക്, നിന്റെ ആത്മാവിൻ്റെ മണ്ഡലത്തിലേക്ക് ജീവനായി വ്യാപരിക്കുന്ന ക്രിസ്തു ഇതിൻ്റെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതൊരനുഭവമാണ് ദൈവമക്കളെ. ഇത് അനുഭവിച്ചിട്ടുള്ള ദൈവമക്കൾക്ക് അതറിയാം. ചിലപ്പോൾ ചിലരൊക്കെ നിങ്ങളങ്ങ് ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിന് നടുവിൽ നിൽക്കുമ്പോൾ മനസ്സ് മുഴുവൻ അങ്ങ് സമാധാനത്തോടെ ഇത് കേൾക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. ഇല്ലെങ്കിൽ നിങ്ങളുടെ രോഗത്തിൻ്റെ തീവ്രത ഇങ്ങനെ ഡോക്ടർ വിശദീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഡോക്ടർ പറയുന്നതിനൊപ്പിച്ച് തന്നെ നിങ്ങൾ ശക്തമായിട്ട് ദൈവസന്നിധിയിൽ ബലപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ. ഇന്നലെ ഗുജറാത്തിൽ വെച്ച് എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വന്ന സഹോദരൻ തൻ്റെ അനുഭവം എന്നോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കുഞ്ഞ് സുവിശേഷ വേല എന്ന ദൈവദാസന. അദ്ദേഹത്തിൻ്റെ കുഞ്ഞിന് 9 മാസമുള്ളപ്പോൾ ഫിറ്റ്സ് വരാൻ തുടങ്ങി. ഒരു ഗ്രാമത്തിൽ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഫിറ്റ്സ് വന്നു, ആശുപത്രി കൊണ്ടുപോയി. അവർക്കൊന്നും പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അടുത്ത ആശുപത്രി കൊണ്ടുപോയി. അവിടെ ഒന്നും നല്ല ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ അല്ല. ആശുപത്രികൾ മാറി 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 പോവുകയല്ലാതെ അവസാനം ഒരു ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ആ ഡോക്ടർ പറയുക, ഈ ഒന്നാമത്തെ കാര്യം ഇതിന് ട്രീറ്റ്മെൻ്റ് ഇല്ല, രണ്ടാമത്തെ കാര്യം ഇത്രയും ആവർത്തി ഫിറ്റ്സ് വന്നതുകൊണ്ട് ഈ കൊച്ചിന് കേൾവിയും കാഴ്ചയൊക്കെ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ഒരു ഇടുത്തി പോലെയാണ് ആ വാക്കുകൾ ഇവരുടെ തലയ്ക്കകത്തോട്ട് കയറിയതെന്നാണ് പറഞ്ഞത്. വീട്ടിൽ വന്നതിൻ്റെ 3-ാം ദിവസം ഈ കൊച്ച് കയ്യിൽ നിന്ന് എന്തെങ്കിലും പോയി കഴിയുമ്പോൾ ഇങ്ങനെ തപ്പുക, എവിടെ പോയെന്ന് അറിയത്തില്ല, കാഴ്ച നഷ്ടപ്പെട്ടു. പതുക്കെ ഈ കൊച്ചിൻ്റെ കൈയുടെ സ്പർശനശേഷി നഷ്ടപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ ഇരുന്ന സമയത്ത് ഒരു ദിവസം ഈ ഭർത്താവ്, ഈ ദൈവദാസൻ പറയുക, നമ്മളിനി എന്ത് ചെയ്യും? ആ ഭാര്യ ഇത് കേട്ട മാത്രം അദ്ദേഹത്തിൻ്റെ കൈ കയറി പിടിച്ചു പറഞ്ഞു, അച്ചച്ച ചെയ്യേണ്ടവൻ ചെയ്യും. പുള്ളി എന്നോട്, എൻ്റെ പാസ്റ്ററെ സാധാരണ ഭാര്യമാരല്ലേ തളരുന്നത്, ഞാൻ തളർന്നു, എൻ്റെ ഭാര്യ തളർന്നില്ല. അവൾ പറഞ്ഞ ആ ഒരൊറ്റ വാക്ക് എൻ്റെ ശരീരത്തിനകത്തേക്ക് ഒരു കുളിർമയായിട്ട് അങ്ങോട്ട് കയറി. ഞാനും അവളുടെ കയ്യെ കയറി പിടിച്ചേച്ച് പറഞ്ഞു, ഇന്ന് തൊട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് നിർത്തി. നല്ല വണ്ടിയിലിരുന്ന് എന്നെ യാത്രയ്ക്ക് ഡ്രോപ്പ് ചെയ്യാമെന്ന് ദൈവദാസൻ എന്നോട് പറഞ്ഞതാ. ട്രീറ്റ്മെൻറ്റ് നിർത്തി. എന്നിട്ട് കാര്യം സർവശക്തൻ്റെ കയ്യിലേക്കെന്ന് സമർപ്പിച്ചേച്ച് അന്ന് രാത്രി ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്രാർത്ഥിച്ചതിനൊരു പ്രാർത്ഥനയുണ്ട് പാസ്റ്റേ. അദ്ദേഹം എന്നോട് പറഞ്ഞ സെൻസ് ചെയ്യാൻ പറയട്ടെ, ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഈ വിഷയത്തിന് വേണ്ടി
ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയുടെ റിസൾട്ട് എന്നാന്ന് വെച്ചാൽ എൻ്റെ തലയ്ക്കകത്തുനിന്ന് ഇങ്ങനെ ഭാരം ഒഴിഞ്ഞൊഴിഞ്ഞൊഴിഞ്ഞു പോകുന്നത് ഞാനന്ന് അനുഭവിച്ചു. അന്ന് രാത്രി ഞങ്ങൾ സമാധാനമായിട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം തൊട്ട് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ സൗഖ്യം കണ്ടു. ഞാൻ അവരുടെ വീട്ടിലാണ് താമസിച്ചത്. ആ കൊച്ചിന് അങ്ങനെ ഒരു രോഗം ഉണ്ടായിരുന്നു എന്ന് എനിക്കൊരു ക്ലൂ ഇല്ലായിരുന്നു. ആ കൊച്ചെന്നോട് മിണ്ടി സംസാരിച്ചു. ആ കൊച്ച് സാധാരണ നോർമലായ കുഞ്ഞ്. ആ ദൈവദാസനോട് പറഞ്ഞു, ഇങ്ങനെ അല്ലായിരുന്നു എൻ്റെ മോള്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയമുള്ളവരോടും ഞാൻ പറയട്ടെ, നിന്റെ ജീവിത സാഹചര്യങ്ങൾ നിന്നെ തളർത്തുമ്പോൾ, നിന്റെ ശരീരത്തെ തളർത്തുമ്പോൾ, നിന്റെ മനസ്സിനെ തളർത്തുമ്പോൾ, നിന്റെ ആത്മീയതയെ ക്ഷീണിപ്പിക്കുമ്പോൾ, ഇന്ന് പകൽ ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, നിന്റെ സിരകളിൽ ഒരു ജീവനായി വ്യാപരിക്കുന്ന ഒരു അപ്പമുണ്ട്. അതിൻ്റെ പേരാണ് യേശു. ഇന്ന് പകൽക്കാലം ആ തളർന്ന ജീവിത സാഹചര്യത്തിലേക്ക് യേശുവിൻ്റെ സാന്നിധ്യം ഒന്ന് വ്യാപരിക്കട്ടെ. മുദ്ര വെച്ച് അടച്ച് മുദ്ര വെച്ചിരിക്കുന്ന ചില ജീവിത സാഹചര്യങ്ങളിലേക്ക് യേശുവിന്റെ സാന്നിധ്യം ഒരു ജീവനായി വ്യാപരിക്കട്ടെ. അസാധ്യമെന്ന് നൂറുകണക്കിന് പറഞ്ഞ് നീ ആവർത്തിച്ചു പറഞ്ഞ് ആ ജീവിത സാഹചര്യത്തിന്റെ നടുവിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ ജീവൻ വെളിപ്പെടട്ടെ, ജീവൻ വെളിപ്പെടട്ടെ, ജീവൻ വെളിപ്പെടട്ടെ. അധികാരമുള്ള കർത്താവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ഒരു മനുഷ്യൻ ചൂരച്ചിടർ തള്ളി കിടക്കുക. ഏലിയാവ്. പുള്ളിയിൽ നിറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? നിരാശ. പുള്ളിയുടെ ഓരോ ഞരമ്പിലേക്കും നാഡികളിലേക്കും മാംസപേശികളിലേക്കും വ്യാപരിക്കുന്ന എന്താണെന്നറിയാമോ? തളർച്ച. ഇത്ര ഞാൻ ദൈവത്തിന് വേണ്ടി നിന്നിട്ട് എനിക്കൊരു റിസൾട്ട് കാണാൻ പറ്റുന്നില്ലല്ലോ. ദൈവം തന്റെ ദൂതനെ അയച്ചിട്ട് സ്വർഗീയ മന്ന അദ്ദേഹത്തിന് കൊടുത്തു. ഇത് ഇദ്ദേഹം അങ്ങ് ഭക്ഷിച്ചേച്ച് അവിടെ എഴുതി വച്ചിരിക്കുന്നത്, ആ ഭക്ഷിച്ച അപ്പത്തിൻ്റെ ബലം കൊണ്ട് 40 രാവും 40 പകലും യഹോവയുടെ പർവ്വതമായ ഹോരേബ് വരെ താൻ നടന്നെന്ന്. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളോടും പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, തളർന്ന് തകർന്ന് ക്ഷീണിച്ച് നിന്റെ സിരകളിലേക്ക് നിരാശ ബാധിച്ച്, ചിന്താമണ്ഡലങ്ങളിലേക്ക് നിരാശ ബാധിച്ച്, ഇനി നടക്കത്തില്ല നടക്കത്തില്ല നടക്കത്തില്ലെന്ന് വെല്ലുവിളിക്കുന്ന ആ ജീവിത സാഹചര്യത്തിൽ ഈ അപ്പം ഒന്ന് നീ ഭക്ഷിക്ക. ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലേക്ക് അതൊരു ജീവനായി വ്യാപരിക്കട്ടെ. നിന്റെ ശരീരത്തിലേക്ക്, തളർന്നിരിക്കുന്ന ആ മനസ്സിലേക്ക്, ആ മാംസപേശികളിലേക്ക്, ആ അസ്ഥിപഞ്ജരങ്ങളിലേക്ക് അവന്റെ ശക്തി ഒന്ന് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ ആരോ ഇവിടെ ക്ഷീണിച്ച് ബലഹീനപ്പെട്ട് വന്നിരിപ്പുണ്ടായിരിക്കും. അവരോട് വ്യക്തമായും പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഈ ലൈറ്റ് പോക്കും വരവൊന്നും നിങ്ങൾ നോക്കണ്ട. ഈ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, ദൈവം ചിലരോട് ഇടപെട്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇരമ്യാവേ, നീ നോക്കേണ്ടത് ഭയപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്കല്ല, നിന്നെ തളർത്തുന്ന സാഹചര്യത്തിലേക്കല്ല, ഇരുമ്പോടമ്പലുകളിലേക്കല്ല, താമ്രവാതിലുകളിലേക്കല്ല, നിന്നെ വിളിച്ചവന്റെ മുഖത്തേക്ക്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിന്റെ കൂടെ ഇരിക്കുമെന്ന് പറയുന്ന ആ വചനം നിന്റെ ശരീരത്തിലേക്ക്, നിന്റെ മനസ്സിലേക്ക്, ചിന്താമണ്ഡലങ്ങളിലേക്ക് അത് ജീവനായി വ്യാപരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ക്ഷീണിച്ച മോശ, തളർന്നുപോയ മോശ, അവൻ അടച്ചു മുദ്ര വയ്ക്കപ്പെട്ട തന്റെ ഭാവിയെ നോക്കി കരഞ്ഞ മോശ, ഇതാ ദൈവം അവനോട് സംസാരിച്ചപ്പോൾ അവന്റെ മാംസപേശികളിലേക്ക്, അവന്റെ ചിന്താധാരകളിലേക്ക് ഈ ജീവൻ വ്യാപരിച്ചപ്പോൾ ഫറവോന്റെ കൊട്ടാരത്തിനകത്തോട്ട് കയറി ചെന്നിട്ട് പറയുക, ഇനി ഞാൻ
പറഞ്ഞിട്ട് ഇവിടെ ചിലത് സംഭവിക്കൂ. ഇതെവിടുന്ന് സാധിച്ചു? ഇതെങ്ങനെ സാധിച്ചു? ഈ അപ്പം നിന്റെ സിരകളിൽ ജീവനായി വ്യാപരിച്ച, ഈ അപ്പം നിന്റെ ചിന്താമണ്ഡലങ്ങളിലേക്ക് ജീവനായി വ്യാപരിച്ചാൽ, ഹല്ലേലൂയ, അങ്ങനെ ഒരു ആത്മീക അനുഭവമുണ്ട്. ഞാൻ ജീവന്റെ അപ്പം, ഇത് തിന്നുന്നവൻ ജീവിക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചിലപ്പോഴൊക്കെ ഉണ്ടല്ലോ, ഈ ക്രിസ്തുവാണ് വചനം. അപ്പൊ കർത്താവ് പറയുന്നത് ഞാനാണ് അപ്പം എന്നല്ലേ പറഞ്ഞത്, നിങ്ങൾ എന്നെ തിന്നാനൊക്കെ അല്ലേ പറഞ്ഞത്. എൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? നമ്മൾ എത്രത്തോളം ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്നു, എത്രത്തോളം ക്രിസ്തുവിനെ ഹൃദയത്തിൽ നിറയ്ക്കുന്നുവോ, അത്രത്തോളം നീ ബലപ്പെട്ടുകൊണ്ടേയിരിക്കും, നീ ജീവൻ പ്രാപിച്ചുകൊണ്ടേയിരിക്കും, ജീവൻ നിന്നിൽ വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. ഈ കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിക്കുമ്പോൾ ഈ മുന്തിരിവള്ളിയിൽ നിന്ന് വരുന്ന ജീവരസം ഈ കൊമ്പുകളെ ജീവനുള്ളതാക്കി മാറ്റും. സ്തോത്രം, 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 സ്തോത്രം. യോശുവയോട് കർത്താവ് എന്ന് പറഞ്ഞു, നീ ഭയപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെ ഇരിക്കാം. അത് കേട്ട യോശുവ എഴുന്നേറ്റിട്ട് ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, എല്ലാവരും ഒരുങ്ങിക്കോ, നമ്മൾ യോർദാൻ കടക്കാൻ പോവാ. എങ്ങനെ യോർദാൻ കടക്കും? ഇങ്ങനെ കൂലം കുത്തി ഒഴുകുന്ന നദിയായി യോർദാൻ എന്താ ഈ പറഞ്ഞു വരുന്നത്? യോശുവയോട് തമ്പുരാൻ പറഞ്ഞെങ്കിൽ യോശുവയ്ക്ക് അറിയാം ഇനി ഒരു വഴി ഒരുങ്ങും. ഹല്ലേലൂയ. ആ ഒഴുകുന്ന നദിയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോ ആ നദി രണ്ടായി പിളർന്നു. ക്ഷീണിച്ച് യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം, അയ്യോ മോശെ എല്ലാവരും കേട്ടു, എന്നെ ഒന്നും ആരും കേൾക്കത്തില്ല. ഈ പറയുന്നതാണ് ഉള്ള ജീവൻ കളയുന്നത്. ഇങ്ങനെ പറയരുത്, പിശാചിനിടം കൊടുക്കരുത്. ഈ അപ്പം നിന്റെ ജീവിതത്തിൽ നിറയട്ടെ, അതിനു പകരം പിശാച് നിന്നെ പട്ടിണിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. ജീവിതത്തിലെ തിരക്കുകൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന്, പ്രാരാബ്ദങ്ങൾ കൊണ്ടുവന്ന്, വചനം വായിക്കാൻ സമയമില്ല, ക്രിസ്തുവിനോട് ചേർന്ന് നടക്കാൻ സമയമില്ല, ക്രിസ്തുവിനെ ഹൃദയത്തിനകത്ത് നിറച്ച് 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 ഇങ്ങനെയുള്ളൊരു ലൈഫിന് നേരമില്ലാതാക്കുന്ന പിശാചിന്റെ പദ്ധതിയെ തിരിച്ചറിയ. തളർന്നുള്ള മുഴങ്കാലുകൾ ബലപ്പെടട്ടെ, തളർന്ന കൈകൾ ബലപ്പെടട്ടെ, ക്ഷീണിച്ചിരിക്കുന്ന മനസ്സിലേക്ക് ക്രിസ്തു നിറയട്ടെ, നിന്റെ ചിന്തകളിലേക്ക് ക്രിസ്തു നിറയട്ടെ, ആമേൻ, ആത്മാവിന്റെ തലങ്ങളിലേക്ക് ക്രിസ്തു നിറയട്ടെ, അതൊരു ബലമായി പുറപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആദ്യം ഇത് സംഭവിക്കുന്നത് നമ്മുടെ ആത്മാവിൻ്റെ തലത്തിലാണ്. എന്നിട്ട് അതിൻ്റെ റിഫ്ലക്ഷനാണ് നമ്മുടെ ശരീരത്തിലും നമ്മുടെ ജീവിതത്തിലും നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ 14-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തിയിൽ പൗലോസ് എന്ന് ലുസ്രയിൽ നിന്ന് പ്രസംഗിക്കുക. ഒരു മുടന്തനായ മനുഷ്യൻ ഈ പ്രസംഗം കേട്ടോണ്ടിരിക്കുക. പൗലോസ് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ മനുഷ്യനെ ശ്രദ്ധിച്ചു. അവന് വിശ്വാസമുണ്ടെന്ന് കണ്ടിട്ട് പൗലോസ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യൻ്റെ കണ്ണുകളിലൊരു തിളക്കമുണ്ട്. പൗലോസിന് മനസ്സിലായി ഈ പറയുന്നത് മുഴുവൻ അവൻ പിടിച്ചെടുത്തു. ഇനി ഞാൻ ഒരിക്കലും എഴുന്നേൽക്കത്തില്ല എന്ന് വിധി പറഞ്ഞുകൊണ്ടിരുന്നിടത്ത് ഈ വിളിച്ചു പറഞ്ഞ ക്രൂശിൻ്റെ സന്ദേശമാണ് പൗലോസ് പറഞ്ഞേ, അല്ലാതെ അത്ഭുതത്തിൻ്റെ സൗഖ്യത്തിൻ്റെ ഒന്നുമല്ല വിളിച്ചു പറഞ്ഞത്. ആമേൻ. ക്രൂശിൻ്റെ സന്ദേശം വിളിച്ചു പറഞ്ഞപ്പോൾ, യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് സ്ഥാപിച്ചപ്പോൾ, ഇത് കേട്ട ഈ മനുഷ്യൻ്റെ ഹൃദയത്തിനകത്ത് മുഴുവനും യേശുവിൻ്റെ വചനം നിറഞ്ഞു എന്നും അവരിൽ വിശ്വാസമുണ്ടെന്നും കണ്ടിട്ട് അവന് നേരെ വിരൽ ചൂണ്ടി പൗലോസ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, നീ എഴുന്നേറ്റ് നടക്ക. അത് കേൾക്കേണ്ട താമസം ഇന്നേ വരെ നടന്നില്ലാത്ത മുടന്തൻ അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. ആദ്യം അവനിൽ സംഭവിച്ചത് ഹൃദയത്തിൽ നിറഞ്ഞ ബലം, ഹൃദയത്തിൽ നിറഞ്ഞ ആരോഗ്യം. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഈ അപ്പം ഭക്ഷിക്കണം, പട്ടിണി കിടക്കരുത്. പുറമേയുള്ള മനുഷ്യൻ ക്ഷീണിച്ചാലും എൻ്റെ ആകമേയുള്ളവൻ ബലം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ,
ഹല്ലേലൂയ. നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ട് വരത്തക്കവണ്ണം ക്രിസ്തുവിനെ ഹൃദയത്തിൽ നിറയ്ക്കണം. അത് ജീവനായി ശരീരത്തിൽ വ്യാപരിക്കും എന്ന് മാത്രമല്ല, ഈ അപ്പം തിന്നുന്നവനെല്ലാം ജീവിക്കുമെന്ന് മാത്രമല്ലല്ലോ പറഞ്ഞേ. അടുത്തൊരു തലമുണ്ട്, എന്താണെന്നറിയാമോ? എന്നേക്കും ജീവിക്കുമെന്നാ പറഞ്ഞേ. ഹല്ലേലൂയ, സ്തോത്രം. എന്നേക്കും ജീവിക്കുമെന്ന് പറഞ്ഞാൽ ഇതൊന്നും ആർക്കും തല്ലിക്കെടുത്താൻ പറ്റില്ലെന്ന അർത്ഥം. ഹല്ലേലൂയ, സ്തോത്രം. എന്നുവെച്ചാൽ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ സ്തോത്രം, ആർക്കും എടുത്തു കളയാൻ പറ്റാത്ത ജീവനെന്ന് അതിനെ വിളിക്കാം. നിത്യതയോളം നിലനിൽക്കുന്ന ജീവനെന്ന് അതിനെ വിളിക്കാം. ഇത് ഈ വചനം അകത്ത് കയറി കഴിഞ്ഞാൽ, ഇങ്ങനെ എസ്കേലിനോട് പറഞ്ഞു, വെളിപ്പാട് പുസ്തകത്തിലും പറഞ്ഞു ഒരു ചുരുളിനെ കുറിച്ച്. ഈ ചുരുൾ നീ തിന്നാൻ പറഞ്ഞു. ഇത് തിന്നുമ്പോൾ നിൻ്റെ വായിക്ക് ഭയങ്കര മധുരമായിരിക്കും, പക്ഷെ വയറിലേക്ക് ചെല്ലുമ്പോൾ അത് കയ്പായിരിക്കും. കർത്താവിൻ്റെ വചനം തേൻ കട്ടിയേക്കാൾ മധുരമാണ്. അതേ സമയം തന്നെ പാപങ്ങൾക്കെതിരെ, അനീതിക്കെതിരെ, അധാർമികതയ്ക്കെതിരെ അത് കയ്പുള്ളതാണ്. അതാ കർത്താവ് പറഞ്ഞത്, എൻ്റെ നുകം മൃദുവും. നുകം എന്ന് പറഞ്ഞാൽ പിന്നെ അത് നെഗറ്റീവ് അല്ലേ? കർത്താവ് പറയുന്നല്ല, എൻ്റെ നുകം മൃദുവാണ്, ഇത് ലഘുവാണ്. എന്ന് വെച്ചാൽ കർത്താവ് നമ്മെ സ്വാതന്ത്ര്യപ്പെടുത്തി എന്ന് പറയുന്ന അതേ സമയം തന്നെ ഒരു സ്നേഹത്തിൻ്റെ നുകത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഒരു ഭാഗത്ത് ക്രിസ്തുവുമായിട്ടുള്ള ജീവിതം സന്തോഷത്തിൻ്റെ അങ്ങേ അറ്റമാ, എന്നാൽ മറുഭാഗത്ത് ലോകം സന്തോഷമെന്ന് വിളിക്കുന്ന പലതിനോടും നമ്മൾ നോ പറയും. ഇത് രണ്ടും കൂടെ ചേർന്നതാണ് ക്രിസ്തുവാകുന്ന വചനം. ദൈവസന്നിധിയിലെ സന്തോഷം പ്രാപിക്കുന്ന ഒരു ദൈവവൈതലിന്റെ കയ്യിലേക്ക് മദ്യം കൊണ്ട് കൊടുത്താൽ ദൈവവൈതൽ പറയും, ഇത് കുടിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷമില്ലേ, അതിൻ്റെ 10 ഇരട്ടി എൻ്റെ ഹൃദയത്തിലുണ്ട്. വാ നമുക്ക് സിനിമ കാണാൻ പോവാന്ന് പറഞ്ഞാൽ, സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷമില്ലേ? എവിടെ സന്തോഷം? സിനിമ കാണുമ്പോൾ കിട്ടുന്ന സന്തോഷമല്ല, അത് ആകെ പ്രശ്നമാണ്. അപ്പം അതിനേക്കാളൊക്കെ എൻ്റർടൈൻമെന്റ് എൻ്റെ കർത്താവും ഞാനുമായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തെറ്റായ അഴുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പോകാം. നീ അഴുക്ക് കാര്യം ചെയ്യുമ്പോൾ നിനക്ക് കിട്ടുന്ന ആനന്ദമില്ലേ, അതിൻ്റെ 10 ഇരട്ടി ആനന്ദം എൻ്റെ ഹൃദയത്തിൽ ഓൾറെഡി ഉണ്ടെന്ന് പറയും ദൈവവേദന. ഇതാർക്കും എടുത്തു കളയാനായിട്ട് പറ്റത്തുമില്ല. അതാണ് വചനം അകത്ത് കയറിക്കഴിഞ്ഞാൽ അത് ജീവനാകുമെന്ന് മാത്രമല്ല നിത്യജീവനായിട്ടത് നിറയും. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ, ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പമോ, 51 അവസാന ഭാഗം, ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പമോ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകുന്നു. അതായത് ഇത് നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവത്തെ ഓർപ്പിക്കുന്നു. അതാണ് അതിൻ്റെ 3ാമത്തെ അർത്ഥം. നമ്മൾ ഈ അപ്പം എന്ന് പറയുമ്പം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്, അപ്പമെടുത്ത് നുറുക്കിക്കൊണ്ട് കർത്താവ് പറഞ്ഞു, ഇത് അനേകർക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന എൻ്റെ ശരീരം. എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത്, എങ്ങനെയാണ് നമ്മളെ സ്വാധീനിക്കുന്നത് എന്ന് വെച്ചാൽ, പാപിയും ദോഷിയുമായിരുന്ന എന്നെ രക്ഷിക്കാൻ സ്വന്തം ശരീരം നുറുക്കപ്പെടേണ്ടതിന് കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തു. ഇത് ചിലപ്പം നമുക്കിതറിയാം, ഇത് പറഞ്ഞിങ്ങനെ യാന്ത്രികമായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് നിറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ആ ജീവൻ അങ്ങ് പോകും. അപ്പം എന്താ ചെയ്യുക, ഇടയ്ക്ക് ഈ അപ്പം നുറുക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് ഓർക്കും. സ്തോത്രം. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു അനുഭവം കൂടെ പറയാം. എൻ്റെ ഒരു സുഹൃത്തിന്, അദ്ദേഹം വളരെ പ്രയാസത്തിലൂടെയൊക്കെ പോയ ആളാണ്, പാസ്റ്ററാണ് കേട്ടോ. അദ്ദേഹം വളരെ പ്രയാസത്തിലൂടെയൊക്കെ പോയി, അപ്പോൾ കുടുംബമുണ്ട്, മക്കളുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ പുള്ളിക്ക് പെട്ടെന്നൊരു അവസരം കിട്ടി, കാനഡയിൽ ഒരു മനുഷ്യൻ അദ്ദേഹത്തെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് സ്ഥിരതാമസത്തിനുള്ള വിസയും കൊടുത്ത് കാനഡയിൽ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ ഒരു ജീവകാരുണ്യ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപനത്തിൽ ഇദ്ദേഹത്തെ ആക്കി. അപ്പോൾ ഇദ്ദേഹം അവിടെ ചെല്ലുന്നതിന് മുമ്പ് എന്നെ വിളിച്ച് പറഞ്ഞു, ഇവിടെ ഞാൻ എങ്ങനെ പോവാണ്, എനിക്കവിടെ സ്ഥിരമായിട്ടുള്ള ജോലിയായി, അപ്പം ഞാൻ അവിടെ നിന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സുവിശേഷ പ്രവർത്തനങ്ങളൊക്കെ കൂട്ടത്തിലും ചെയ്യും,
അപ്പം ഞാനിങ്ങനെ പോകുന്നത് ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ജോലി ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. നമ്മുടെ കാര്യമൊക്കെ നടക്കണ്ടേ? ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. അപ്പോൾ അതേപോലെ ചേട്ടാ ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും എന്നെ വിളിച്ചോടാ ഞാൻ പോരുക കേട്ടോ. എന്നാ പറ്റി? എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ ഈ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. 1ാമത്തെ മാസം നല്ല സാലറി കിട്ടിയത് വീട്ടിലേക്ക് അയച്ചു കൊടുത്ത് ഭയങ്കര സന്തോഷം. പക്ഷേ 2ാമത്തെ മാസത്തെ സാലറി കിട്ടുന്നതിന് തൊട്ട് മുമ്പ് ഒരു ഞായറാഴ്ചയിൽ ഇങ്ങനെ കർത്തൃമേശയിൽ ഞാൻ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പം എൻ്റെ കർത്താവിൻ്റെ ശരീരം എനിക്ക് വേണ്ടി നുറുക്കപ്പെട്ട് ഈ കാര്യമൊക്കെ ഞാനിങ്ങനെ എൻ്റെ മനസ്സിനെ തൊട്ടപ്പോൾ ഞാൻ പറഞ്ഞു, എടാ ഞാൻ എന്താ ഇവിടെ ചെയ്യുന്നത്? ശരിയാണ്, പൈസ ഉണ്ടാക്കുന്നുണ്ട്, ജോലിയാണ്. പക്ഷേ എത്രയോ കാര്യങ്ങൾ എനിക്ക് നാട്ടിൽ കർത്താവിന് വേണ്ടി ചെയ്യാനുണ്ട്. ഞാനിങ്ങനെ എൻ്റെ ആയുസ് ഇങ്ങനെ ധനസമ്പാദത്തിന് മാത്രമായിട്ട് ചെലവഴിക്കേണ്ടതാണ്. എടാ എനിക്ക് സമാധാനമില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, എടാ നിന്നെ ദൈവം അങ്ങനെയാണ് പറയുന്നതെങ്കിൽ നീ ധൈര്യമായിട്ട് തിരിച്ചു വാ, നിൻ്റെ കാര്യം ദൈവം നോക്കും. സ്തോത്രം. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് ഞാൻ ഓർക്കുകയാണ്. ഇത് എനിക്ക് തോന്നുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിലൊരു അനുഭവമില്ലേ? ഈ ശിഷ്യന്മാർ എമ്മൂസിലേക്ക് യാത്ര ചെയ്യുകയാണ്. ശരിക്കും അവർ പോകുന്ന സൺസെറ്റ്, അങ്ങനെ ഈ യെറുസലേമും എമ്മൂസും, യെറുസലേമിൻ്റെ ഭാഗത്താണ് സൺറൈസ്, എമ്മൂസിൻ്റെ ഭാഗത്ത് സൺസെറ്റ്. അപ്പോൾ വേണമെങ്കിൽ ഒരു സിംബോളിക്കലി ചിന്തിച്ചാൽ നിരാശയിലേക്ക് പോവാണ്. സൺസെറ്റ് എന്ന് പറഞ്ഞാൽ സൂര്യാസ്തമയത്തിലേക്ക്, ഇരുട്ടിലേക്ക് നടന്നു പോകുന്ന 2 പേര്. കർത്താവ് അവരുടെ കൂടെ ചേർന്ന് നടന്നിട്ട് പോലും ഇത് കർത്താവാണെന്ന് അവർക്ക് മനസ്സിലായില്ല. ഇങ്ങനെ സംസാരിച്ചും വാദിച്ചും തർക്കിച്ചുമൊക്കെ പോയി അവസാനം ഒരു സത്രത്തിൽ ചെന്നു. വൈകുന്നേരം ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് കർത്താവ് അപ്പമെടുത്ത് നുറുക്കി. കർത്താവ് അപ്പമെടുത്ത് നുറുക്കിയതേ ഈ 2 ശിഷ്യന്മാരുടെയും കണ്ണു തുറന്നു. ഇത് കർത്താവാകുന്നു എന്ന് പറയല്ല, കർത്താവ് അപ്രത്യക്ഷനായി. അവർ ഒറ്റ ഓട്ടത്തിന് തിരിച്ച് യെരൂശലേമിലേക്ക് എന്നിട്ട് പറഞ്ഞു, ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ഞങ്ങൾ കണ്ടു. ഞാൻ അപ്പമാകുന്നു എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ ആ വാക്യം നോക്കിക്കേ, ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകുന്നു എന്ന് വെച്ചാൽ കർത്താവ് തന്നെ പറഞ്ഞൊരു വാക്യം, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. ഇന്ന് നമ്മളിവിടെ ഇരിക്കുന്നതിൻ്റെ കാരണം ഒരു കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നത് പോലെ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത് കൊണ്ടാണ്. സ്വന്തം ജീവനെ ആദരിയാതെ നമ്മെ ആദരിച്ചത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. സ്തോത്രം. യെശയ്യാ പ്രവാചകൻ പ്രവചനാത്മാവിൽ വിളിച്ചു പറഞ്ഞു, യെശയ്യാ 53:5, നമ്മുടെ അകൃത്യം നിമിത്തം, നമ്മുടെ അതിക്രമ നിമിത്തം ആ കർത്താവ് തകർന്നിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ കർത്താവ് ഏറ്റെടുത്തു. അതുകൊണ്ട് നമുക്ക് പറയാം, അപ്പാ, ഓരോ തവണയും ആ അപ്പം നുറുക്കൽ എന്ന് പറയുന്നത് ഞാൻ അപ്പമാകുന്നു എന്ന് പറഞ്ഞതുമായിട്ട് ബന്ധിപ്പിച്ച് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അങ്ങയുടെ ശരീരം ഞങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെട്ടതിൻ്റെ ഓർമ്മ. ഇത്ര ആഴമായി ഞങ്ങളെ അങ്ങ് സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഓർമ്മ. ഞങ്ങൾ എത്ര ദൂരെ പോയാലും അവിടുന്നും ഞങ്ങളെ കരകയറ്റുമെന്നുള്ള ഓർമ്മ. ഇതുപോലെ ശ്രേഷ്ഠമായ ഓർമ്മ ആത്മീകമായി ഞങ്ങളെ പുനഃസ്ഥാപിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒന്നാമത് ഞാൻ അപ്പമാകുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആഗ്രഹം തോന്നുന്ന കർത്താവ്, നമുക്ക് കർത്താവിനോട് കൊതി തോന്നുന്ന ഒരർത്ഥം. 2, ജീവൻ്റെ അപ്പം. ചത്ത അവസ്ഥയിലേക്ക് ജീവൻ വ്യാപിക്കുന്നത് പോലെ ആ അപ്പം നമ്മിൽ നിറയുമ്പോൾ തളർന്ന, നിരാശപ്പെട്ട, തകർന്ന അവസ്ഥയിൽ ജീവനായിട്ട് അത് നമ്മിൽ നിറയുമെന്ന് നമ്മൾ കണ്ടു. അത് നിത്യജീവനിലേക്ക് നടത്തുമെന്ന് നമ്മൾ കണ്ടു. എന്ന് മാത്രമല്ല, അപ്പം നുറുക്കുന്നതിൻ്റെ ഓർമ്മ എന്നതുപോലെ നമുക്കായി നുറുക്കപ്പെട്ട ശരീരത്തെ, നമ്മുടെ അതിക്രമങ്ങളെ സ്വന്തം ശരീരത്തിൽ ചുമന്നുകൊണ്ട് നാം മരിക്കേണ്ട സ്ഥാനത്ത് നമുക്ക് വേണ്ടി യാഗമായി തീർന്ന കർത്താവിനെ ഓർപ്പിക്കുന്നതാണ് കർത്താവ് പറഞ്ഞ ആ വചനമെന്ന് നാം കണ്ടു. ആകയാൽ ഈ വചനത്തിന് മുൻപാകെ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കർത്താവിനോട് നമുക്കും പറയുവാൻ കഴിയട്ടെ, ജീവൻ്റെ അപ്പമായ കർത്താവേ, എൻ്റെ ജീവനിലൊന്ന് നിറയണമേ. ജീവൻ്റെ അപ്പമായ കർത്താവേ, അങ്ങേക്ക് വേണ്ടിയുള്ളൊരു കൊതി എനിക്ക് തരണമേ. നിത്യജീവങ്കിലേക്ക് എന്നെ നടത്തുന്ന, എനിക്ക് വേണ്ടി നുറുക്കപ്പെട്ട അപ്പത്തെ ഓർക്കുവാൻ
എന്നെ സഹായിക്കണമേ. നമുക്കെല്ലാവർക്കും ദൈവസ്ഥ എഴുന്നേറ്റ് നിൽക്കാം. ഒരു ഗാനം ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം.